നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ശശിധരൻ കർത്തയെ ഉപയോഗിച്ചുള്ള നീക്കം വെള്ളത്തിലായി. ഇതാ CMRന്റെ ഹർജി ഹൈക്കോടതി എടുത്തു കളഞ്ഞു. മാസപ്പടി കേസിൽ വീണ വിജയൻ അറസ്റ്റിലാകുമെന്ന് ഉറപ്പിക്കുന്ന നീക്കങ്ങളാണ് ഇപ്പോൾ കൊച്ചിയിൽ. പിണറായി വിജയന്റെ മകൾ വീണ വിജയന് കനത്ത തിരിച്ചടിയാണ് ഇന്ന് ഹൈക്കോടതി വിധിയിലൂടെ വന്നിരിക്കുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണത്തെ ചോദ്യം ചെയ്ത് CMRൽ നൽകിയ ഹർജി ഹൈക്കോടതി തള്ളിക്കളഞ്ഞു. ECNR രജിസ്റ്റർ ചെയ്യാതെ തന്നെ കള്ളപ്പണ വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം EDക്ക് കേസെടുക്കാം, അന്വേഷണം നടത്താം എന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. മാസപ്പടി കേസിൽ വീണ വിജയനെ നേരിട്ട് ചോദ്യം ചെയ്യാനുള്ള ഒരുക്കങ്ങൾ കൊച്ചി ED ഓഫീസിൽ തുടങ്ങി. EDയുടെ ഡയറക്ടർ അടക്കമാണ് ഇപ്പോൾ കൊച്ചിയിൽ എത്തിയിരിക്കുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിലെ എല്ലാ നിയമ തടസ്സങ്ങളും നീങ്ങിക്കിട്ടി. CMRൽ എക്സാലോജിക് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട കേസിൽ എൻഫോഴ്സ്മെന്റ് അന്വേഷണം തുടരാം എന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ED അന്വേഷണത്തിന് അനുമതി നൽകിയ സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ CMRൽ നൽകിയ അപ്പീലിലാണ് ജസ്റ്റിസുമാരായ A. രാജാ, വിജയരാഘവൻ, KV ജയകുമാർ എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചിന്റെ നിർണായക വിധി. സുപ്രീം കോടതിയെ സമീപിക്കാൻ 2 ആഴ്ച സമയം CMRൽ അഭിഭാഷകൻ അഭ്യർത്ഥിച്ചു. എന്നാൽ കോടതി അത് അനുവദിച്ചില്ല. സിംഗിൾ ബെഞ്ച് വിധി ഇക്കഴിഞ്ഞ ദിവസം പുറത്തുവന്നതിന് തൊട്ടുപിന്നാലെയായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണ വിജയന്റെ വസതിയിലടക്കം റെയ്ഡുകൾ നടത്തിയത്. പിണറായി വിജയന്റെ വീട്ടിലും 12 ഇടങ്ങളിലുമാണ് അന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ജോഡിയിടയ്ക്കുള്ളിൽ റെയ്ഡ് സംഘടിപ്പിച്ചത്. സമാനമായ സാഹചര്യമാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നീക്കങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് ബോധ്യമാകുന്നത്. നിർണായക കോടതി വിധി പുറത്തുവന്നതോടെ അടുത്തഘട്ട നടപടികൾ ചർച്ച ചെയ്യാൻ കൊച്ചിയിലുള്ള ED ഡയറക്ടർ രാഹുൽ നവീന്റെ നേതൃത്വത്തിൽ കേന്ദ്ര ഏജൻസി യോഗം ചേരുന്നു. ഹൈക്കോടതിയിൽ നിന്ന് അനുകൂല വിധി പുറത്തുവന്നതിന് തൊട്ടുപിന്നാലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ തലപ്പത്ത് മിന്നൽ നീക്കങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അന്വേഷണത്തിന് നേരിട്ട് മേൽനോട്ടം വഹിക്കുന്നതിന് ED ഡയറക്ടർ കൊച്ചിയിലെത്തിയിരിക്കുന്നു. മുൻ മന്ത്രിയുടെ മകളിലേക്ക് നീളുന്ന അന്വേഷണ ഘട്ടത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. അതുകൊണ്ട് തന്നെ നിയമപരമായ ഒരു വീഴ്ചയും സംഭവിക്കരുത് ഈ കേസിൽ. ഈ സൂക്ഷ്മതയോടെയാണ് EDയുടെ നീക്കം. ഹൈക്കോടതിയുടെ വിധിപ്പകർപ്പ് ലഭിച്ചാൽ ഉടൻ തന്നെ വീണ വിജയനോട് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് ED സമൻസ് നൽകും. ECNR രജിസ്റ്റർ ചെയ്യാതെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് തങ്ങളുടെ സ്ഥാപനത്തിലും അതിലൂടെ നടന്ന ഇടപാടുകളിലും അന്വേഷണം നടത്താൻ അധികാരമില്ല എന്ന വാദമായിരുന്നു CMRൽ കോടതിയിൽ ഉന്നയിച്ചത്. എന്നാൽ ഈ സാങ്കേതികത്വം മുൻനിർത്തി അന്വേഷണം സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം കോടതി അംഗീകരിച്ചില്ല. കള്ളപ്പണ ഇടപാടുകൾ കണ്ടെത്തുന്നതിനും അന്വേഷിക്കുന്നതിനും കേന്ദ്ര ഏജൻസിക്ക് വിപുലമായ അധികാരമുണ്ട് എന്ന് ഹൈക്കോടതി ഓർമ്മപ്പെടുത്തി. ഇതുവരെ വീണ വിജയൻ നടത്തിയത് കരിമണൽ കമ്പനിയെ മുൻനിർത്തിയുള്ള നീക്കങ്ങൾ. ആ തന്ത്രം ഒടുവിൽ ഹൈക്കോടതിയിൽ പൊളിഞ്ഞു വീഴുന്നു. കടുത്ത രാഷ്ട്രീയ സമ്മർദ്ദമാണ് പിണറായി വിജയനും CPMും അനുഭവിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം പിണറായി വിജയന്റെ വസതി റെയ്ഡ് ചെയ്യാൻ എത്തിയ ED ഉദ്യോഗസ്ഥർ റെയ്ഡിന് ശേഷം പുറത്തേക്കിറങ്ങിയപ്പോൾ പാർട്ടി പ്രവർത്തകർ അവരെ ക്രൂരമായി ആക്രമിച്ചു. ED ഉദ്യോഗസ്ഥർ സഞ്ചരിച്ചിരുന്ന വാഹനങ്ങൾ തല്ലിത്തകർത്തു. ഇതിനെതിരെ ശക്തമായ നിയമ നടപടികളുമായി കേരള സർക്കാർ മുന്നോട്ടു പോകുന്നു. കേസിൽ ഉൾപ്പെട്ട 25ലധികം പ്രതികൾ ഇപ്പോൾ അഴിക്കുള്ളിലാണ്. 200ലധികം CPM പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കങ്ങൾ പോലീസ് തുടരുന്നു. മറുവശത്ത് കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം ഈ കേസിൽ സസൂക്ഷ്മം നിരീക്ഷണം നടത്തുകയാണ്. ED ഉദ്യോഗസ്ഥരും സമാന്തരമായി ഈ കേസിലെ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നു. ED ഉദ്യോഗസ്ഥർക്കെതിരെ നടന്ന ആക്രമണത്തിന്റെ വിശദാംശങ്ങൾ ഉൾപ്പെടുത്തിയ റിപ്പോർട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് ED നൽകിക്കഴിഞ്ഞു. ഈ കേസിൽ CBI അന്വേഷണമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കേസിൽ വിപുലമായ ഗൂഢാലോചന നടന്നുവെന്നും CPMന്റെ ഉന്നത നേതാക്കൾ ഈ ആസൂത്രണത്തിൽ പങ്കാളികളാണെന്നും ED ആരോപണമുന്നയിക്കുന്നു. ചുരുക്കത്തിൽ CBI കൂടി കേസന്വേഷണത്തിലേക്ക് എത്തിയാൽ CPM അടപടലം വെട്ടിലാകും. പുതിയ സംഭവ വികാസങ്ങളോടെ വീണ വിജയനിലേക്ക് ED കൂടുതൽ അന്വേഷണം കടുപ്പിക്കുമെന്ന് വ്യക്തം. നേരത്തെ നടത്തിയ റെയ്ഡിൽ നിർണായകമായ പല തെളിവുകളും തങ്ങളുടെ പക്കലെത്തി എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കിയത്. സമൻസ് നൽകി വീണ വിജയനെ കൊച്ചി ED ആസ്ഥാനത്തേക്ക് വിളിപ്പിച്ചു വരുത്താനാണ് ഇപ്പോൾ EDയുടെ നീക്കം. തുടർന്ന് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നിയമ നടപടികളിലേക്ക് ED കടക്കും. അറസ്റ്റ് ചെയ്ത് വീണ വിജയനെ അഴിക്കുള്ളിലാക്കിയാൽ പാർട്ടി ഇനി എങ്ങനെ പ്രതികരിക്കും എന്ന ചോദ്യം സമൂഹ മാധ്യമങ്ങൾ തന്നെ ഉയർത്തുന്നു. ആദ്യ അനുഭവം പാർട്ടി പ്രവർത്തകർ മറക്കില്ല.
ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിന് പിന്നാലെയാണ് ഇപ്പോൾ കൂടുതൽ സമ്മർദ്ദം പിണറായി വിജയനിലേക്ക് എത്തി നിൽക്കുന്നത്. പ്രതിപക്ഷ നേതാവിന്റെ മകൾ ഉൾപ്പെട്ട ഒരു കേസിൽ ഏതെങ്കിലും തലത്തിൽ കേന്ദ്ര അന്വേഷണ ഏജൻസിക്കെതിരെ പ്രതിഷേധവുമായി പാർട്ടി പ്രവർത്തകർ എന്തിനിറങ്ങണം എന്ന ചോദ്യം പാർട്ടി പ്രവർത്തകരും പ്രാദേശിക നേതാക്കളുമൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുന്നു. അത്ര എളുപ്പമല്ല ഇനി പിണറായി വിജയന് പാർട്ടി പ്രവർത്തകർക്ക് സംരക്ഷണ വലയം തീർക്കാൻ. പിണറായി വിജയന്റെ മകൾ ടി വീണയ്ക്കെതിരെ ED അടുത്തഘട്ട നടപടികളൊന്നും ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. CMRLന്റെ ഹർജിക്ക് പിന്നാലെ വീണ വിജയനിലേക്ക് അന്വേഷണം കൂടുതൽ ശക്തമാക്കുമെന്ന സൂചനകൾ നേരത്തെ അവർ പുറത്തുവിട്ടിരുന്നു. തങ്ങളുടെ അധികാരപരിധി മറികടന്നാണ് ED അന്വേഷണം നടത്തുന്നത് എന്ന CMRLന്റെ വാദം പൊളിഞ്ഞതോടെ വീണ വിജയൻ കൂടുതൽ ദുർബലയായിരിക്കുന്നു. ED ഉദ്യോഗസ്ഥർ ആക്രമിക്കപ്പെട്ട കേസും കേന്ദ്ര ഏജൻസി ഇപ്പോൾ ഗൗരവത്തിലാണ് എടുത്തിട്ടുള്ളത്. ഇക്കാര്യത്തിലുള്ള അന്വേഷണ പുരോഗതി ED ഉദ്യോഗസ്ഥർ വിലയിരുത്തുന്നു. ED ഡയറക്ടർ ഇക്കാര്യങ്ങൾ വ്യക്തിപരമായി പരിശോധിക്കുന്നുവെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. ആക്രമണത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്ന് ED ഉന്നത വൃത്തങ്ങൾ വിശ്വസിക്കുന്നു. ഈ സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട എന്തൊക്കെ നടപടികളാകും ഈ വരും ദിവസങ്ങളിൽ ED സ്വീകരിക്കുക? CMRLന്റെ ഹർജി നേരത്തെ സിംഗിൾ ബെഞ്ച് പരിഗണിച്ചപ്പോൾ വീണ വിജയൻ കോടതിക്ക് മുന്നിലുള്ള കക്ഷിയല്ലാത്തതുകൊണ്ട് അവർക്കെതിരെ അന്വേഷണവുമായി മുന്നോട്ടു പോകാം എന്നായിരുന്നു ED കോടതിയിൽ ചൂണ്ടിക്കാട്ടിയത്. കോടതി ഇത് അംഗീകരിക്കുകയും ചെയ്തു. പിണറായി വിജയന്റെ വസതിയിൽ നടത്തിയ റെയ്ഡിൽ വീണയുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ED ശേഖരിച്ചിരുന്നു. ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കുമെന്നും സ്വത്ത് മരവിപ്പിക്കുന്നതടക്കമുള്ള നടപടികളിലേക്ക് കടക്കുമെന്നും ED സൂചന നൽകിയിരുന്നു. CMRLലെ ഉന്നത ഉദ്യോഗസ്ഥരെ ഒരിക്കൽ കൂടി ED ചോദ്യം ചെയ്യും. തുടർന്ന് വീണ വിജയനെ ചോദ്യം ചെയ്ത് കസ്റ്റഡിയിലെടുക്കും. ചെയ്യാത്ത സേവനത്തിന് പ്രതിഫലമായി 2,70,00,000 രൂപ വീണ വിജയൻ കൈപ്പറ്റി. ഇതിന്റെ വിശദാംശങ്ങൾ ഇതുവരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കൈമാറാൻ വീണയ്ക്ക് കഴിഞ്ഞില്ല. ചോദ്യം ചെയ്യലിൽ ഒരുവിധ രേഖയും തന്റെ പക്കലില്ല എന്ന നിലപാട് മാത്രമാണ് വീണ തുടർന്നത്. നേരത്തെ മാസപ്പടിയുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷിച്ച SFIO വിശദമായ റിപ്പോർട്ട് ഡൽഹി ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരുന്നു. ഡൽഹി ഹൈക്കോടതിയുടെ അന്തിമ തീർപ്പിന് വിധേയമായി ഈ അന്തിമ റിപ്പോർട്ട് ഇപ്പോൾ കോടതിക്ക് മുൻപാകെയുണ്ട്. ഇതുവരെ കണ്ടതല്ല ഇനി കാണാൻ പോകുന്നത്. വീണ വിജയൻ അറസ്റ്റിലാകുന്നതും കേസ് കൂടുതൽ കടുക്കുന്നതും ഇനി കേരളം കാണും. കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ നീക്കങ്ങളെ എങ്ങനെ വീണയുടെ പിതാവായ പിണറായി വിജയൻ പ്രതിരോധിക്കും? പാർട്ടിയുടെ നിലപാട് എന്തായിരിക്കും? പാർട്ടി പ്രവർത്തകർ ഇനിയും ആത്മഹത്യയ്ക്ക് മുതിരുമോ? കാത്തിരുന്ന് കാണാം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.